ഈ IPL സീസണിൽ നാണക്കേടുമായാണ് മുംബൈ ഇന്ത്യൻസ് തുടക്കം കുറിച്ചത്. ആദ്യ 3 മത്സരങ്ങളിലും അവർ പരാജയപ്പെട്ടു. ഹാട്രിക് തോൽവിക്ക് പിന്നാലെ എത്തിയ 4ാം മത്സരത്തിൽ മുംബൈ ആദ്യ വിജയം നേടിയിരിക്കുകയാണ്. ഒപ്പം ഒരു പിടി റെക്കോർഡുകളും. ഡൽഹി ക്യാപിറ്റൽസിനെ 29 റൺസിനാണ് മുംബൈ പരാജയപ്പെടുത്തിയത്. മുംബൈയുടെ തട്ടകമായ വാങ്കഡെ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ടോസ് നേടിയ ക്യാപിറ്റൽസ് ബൗളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ മുംബൈ 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 234 എന്ന കൂറ്റൻ ടോട്ടലാണ് പടുത്തുയർത്തിയത്. മുംബൈ ബാറ്റിംഗിൽ രോഹിത് ശർമ്മ 27 പന്തിൽ 49 റൺസും ഇഷാൻ കിഷൻ 23 പന്തിൽ 42 റൺസും നേടി. മികച്ച തുടക്കമാണ് മുംബൈക്ക് ലഭിച്ചത്. ടിം ഡേവിഡ് 21 പന്തിൽ 45 റൺസും നായകൻ ഹർദിക് പാണ്ഡ്യ 33 പന്തിൽ 39 റൺസും നേടി മികച്ച പ്രകടനം നടത്തി. അവസാന ഓവറിൽ തകർത്തടിച്ച റൊമാരിയോ ഷെഫാർഡും മുംബൈയുടെ വലിയ ടോട്ടലിൽ നിർണായകമായി. 10 പന്തിൽ 39 റൺസാണ് റൊമാരിയോ നേടിയത്. ഇതിന് പിന്നാലെ ഒരു ചരിത്ര നേട്ടമാണ് മുംബൈ ഇന്ത്യൻസ് സ്വന്തമാക്കിയത്. 2020-ൽ ഒരു ഇന്നിങ്സിൽ ഒരു താരം പോലും അർദ്ധ സെഞ്ചുറി നേടാതെ ഒരു ടീം നേടുന്ന ഏറ്റവും ഉയർന്ന ടോട്ടൽ എന്ന റെക്കോർഡാണ് മുംബൈ സ്വന്തമാക്കിയത്. ഇതിനു മുമ്പ് ഈ നേട്ടത്തിൽ എത്തിയത് സോമർസെറ്റ് ആയിരുന്നു. 2018-ൽ കെന്റിനെതിരെ നടന്ന മത്സരത്തിൽ ഒരു താരങ്ങളും 50 നേടാതെ 226 റൺസാണ് സോമർസെറ്റ് നേടിയത്. കൂറ്റൻ വിജയലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ ക്യാപിറ്റൽസിന് 20 ഓവറിൽ 205 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. മുംബൈ ബൗളിംഗിൽ ജെറാഡ് കോട്സി 4 വിക്കറ്റും ജസ്പ്രീത് ബുംറ 2 വിക്കറ്റും റൊമാരിയോ ഷെഫാർഡ് 1 വിക്കറ്റും നേടി മിന്നും പ്രകടനം നടത്തി.